ഒഴിയടാ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടാ. അടിയടാ അടി. എടാ, എന്റെ 8 വർഷത്തെ പ്രണയോടാ, അവളടുത്ത് ഞാൻ പറഞ്ഞില്ല എന്നൊരു തെറ്റ് ചെയ്തോളൂ. അയ്യോ, എന്തൊരു ക്രൂരാണ് അവള്. ഒരു ഫോട്ടോ എടുക്കാം. നീ എന്താണ് മുഖം മറിച്ച്? അതാരത്തിക്ക് അത് ഈ 2K വാണങ്ങളുടെ ഒരു പ്രത്യേക പുതിയ സാധനം. പറഞ്ഞോ ഒഴിക്കും. സാധനം എവിടെ? ഉണ്ടെടാ, നിനക്കേ ഉള്ളു സാധനം. എടാ, ഞാന് എന്റെ മനസ്സിൽ ഞാൻ അവളെ എങ്ങനെ കൊണ്ടുവരണമെന്ന് അറിയാമോ? എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഇവന്റെ വിഷമം നമ്മുടെ വിഷമാടാ. അടി നീ ഓട്ടി. അണ്ടി തീർന്ന് ഇത് നോക്കടാ, നിങ്ങളുടെ ഫോട്ടോ ഫേസ്ബുക്കിലടാ. ആട്ടടാ, നിങ്ങളുടെ അച്ഛൻ ഇതിൽ ലൈക്കൊക്കെ അടിച്ചേക്കുന്നു. തന്നെ ഇതാടാ, ഇത് നാട്ടുകാരെ മൊത്തം കട്ട്. എടാ നാറി, നിന്റെ അടുത്ത് ആര് പറഞ്ഞടാ ലൈവും ഫേസ്ബുക്കിലിടെ? എല്ലാരും അറിയണ്ടേ? ഇവൻ ആരാ വെള്ളം അടിക്കാൻ വിളിച്ചേ? വന്നതാണ് എന്റെ വിഷമം കണ്ട്. ഇറങ്ങിപ്പോടാ പട്ടി, ഇറങ്ങിപ്പോടാ. പോട്ട് പോട്ട് അവ എല്ലാം തട്ടി കളഞ്ഞു. അളിയാ, പോയടാ, മദ്യം പോയടാ. ഒന്നും പോയിട്ട് ഞാൻ സത്യം പറയട്ടെ. പറ. അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന താലിമാലയുടെ നീ കളയടാ അതൊക്കെ. ഒരു അരപ്പവന്റെ സ്വർണം മേടിച്ചു കൊടുക്കാൻ ശേഷിയില്ലാത്ത നീ അവളെ കെട്ടിട്ട് എടാ, അവളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോടാ. ഞാൻ ഒരു സത്യം പറഞ്ഞിട്ട് ഞാൻ ഇതിന് തൂങ്ങിച്ചാവും. നീ ഒന്ന് ചുമ്മാ ഇല്ലടാ. അയ്യോ എന്റെ താലി, അയ്യോ എന്റെ താലി, എന്റെ താലി, അയ്യോ താലി. എന്തു വേണം? അളിയാ, എനിക്കൊരു ആഗ്രഹം ഉണ്ടാ. അവളെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ എനിക്ക് കല്യാണം കഴിക്കണം. എടാ, നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരും. നടത്തും. എടാ, ഓരോരുത്തന്മാര് വരെ കല്യാണം കഴിക്കുന്നു. അപ്പം നിന്റെ പെണ്ണ് ലക്ഷ്മി ഇതാ ഈ പാലയാ ഇല്ലടാ. ഇത് റബ്ബറല്ലേ? എടാ, പാല് തരുന്നത് ഏതോ അതാ പാൽമരം പല കേട്ട. അപ്പോഴും പാൽമരത്ത് കെട്ടണം. പാല് കെട്ടുമ്പോ പിറകെ നിന്ന് കെട്ടും. എനിക്ക് പെങ്ങന്മാരില്ലല്ലോ. മുറിയില്ലടാ, കെട്ടടാ, കെട്ടി കെട്ടടാ. നീ പേടിക്കണ്ട, നിങ്ങളാരും ഉണ്ടാക്കിയ ഞാൻ സേഫാ. ഒരു മിനിറ്റ്. നിന്റെ പെണ്ണുമുള്ളയുടെ കാര്യം ആണി. കഷ്ടമുള്ള പാവത്തിനെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കാണിക്കടാ. എന്റെ ദൈവമേ, അണിരോഗമുള്ളൊരു കൊച്ചിനെയാണല്ലോ ഇവന്റെ തലയിൽ ഞാൻ കെട്ടി വെച്ചത്. ഈ പാവമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടു മനസ്സിലുണ്ട്. എന്റെ പൊന്നേ, തക്കാളി ഇവിടെ തന്നെ കളയാം. അയ്യോ എടാ, താണ്ടാ ഒരു ചേച്ചി വന്നിരിക്കുന്നു. ഇവിടെ കല്യാണമേ ഉള്ളു, ഫുഡില്ല. എനിക്കതാ കല്യാണത്തിന്. ഇവിടെ താണ്ട പുകയൊക്കെ വരുന്നടാ. അയ്യോ അയ്യോ, ചേച്ചിയാടാ, ഓടാ.
ഇത്രയും ലുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? പ്രേതം. ഇത്ര നല്ല പീസ് നല്ലൊരു പ്രയത്നം ആദ്യമായിട്ട് കാണുന്നു. എന്റെ കെട്ടിയോനെ തിരക്കി വന്നതാ. ആ മരത്തിലാരാ താലി കിട്ടിയത്? അയാളെ എന്റെ കൂടെ കൊണ്ടുവന്നതാ. ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. ഞാൻ ഗേ ആണ്, ഗേ. ഞാൻ ഇതിനെ കാട്ടി മൂത്ത ഗേ. ഞങ്ങളെ നാട്ടിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നോ അതോ ഞാൻ ഒരാളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം? നമ്മള് സെലക്ട് ചെയ്യും. അക്ക് തിക്ക് താനം വരുമ്പോ കൈ കുത്തി ജീപ്പ് വേണം, താറാ മക്കളെ കയ്യിലൊരു വാങ്ങി. ഞാൻ തന്നെ ഒരാളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോക്കോളാം. നിങ്ങൾ ഏതുവരെ പോവാനാ? നിങ്ങൾ എവിടെ പോയാലും ഞാനും കൂടെ വരും. കേൾക്കുന്നുണ്ട്? കേട്ടില്ല, ഒന്നുകൂടെ പറ. ഓ, നിന്റെ അടുത്തൊന്നും ഇല്ലടാ നോറികളെ, ചുമ്മാ തിരി. അപ്പൂപ്പ കണക്ഷൻ പോയതാ, പറ. നിനക്കൊക്കെ എന്തുവാടാ, ഭ്രാന്താണോ? അവളെ കെട്ടിയത് ആരാന്നറിയാവോ? എന്റെ അപ്പൂപ്പനാ. അത് അപ്പൊ നിങ്ങൾ കുടുംബത്തോടൊക്കെ ഇറങ്ങിയേക്കുവാ. അമ്മുമ്മ വന്ന് വേപ്പിച്ചാനും കൊച്ചുമോട് വന്ന് പ്രശ്ന പരിഹാരം വെച്ച് പൈസ ഉണ്ടാക്കാനും. അവള് കെട്ടിയെന്ന് വെച്ചാല് അവളെ തുളച്ചെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായടാ? ഇനി എന്തോ ചെയ്യും? ആ, നോക്കാം. 3 കണ്ണ്, 1 2 3. മൂഞ്ചി 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 മൂഞ്ചിയിൽ. ഈ പാട്ടെന്തിന് ഇപ്പം പാടിയേ? അത് പോകെ പോകെ മനസ്സിലായിക്കോളും. ഇങ്ങോട്ട് നോക്ക്. 3 കണ്ണ്, 3 മാർഗം. ഒന്നില് അപ്പൂപ്പൻ തന്നെ വന്ന് അവളെ തളയ്ക്കണം. നമുക്ക് വല്ല ചില്ലറ കൊടുക്കാം. അങ്ങേര് ചത്ത് മണ്ണടിഞ്ഞിട്ടേ വർഷങ്ങളായി, ഇനിയിപ്പോ വരാൻ പറ്റൂല. 2ാമത്തെ മാർഗം, നിങ്ങൾ ആരെങ്കിലും സ്വയം അങ്ങ് ബലി അർപ്പിക്കണം. ആരെന്ന് വെച്ചാ നിങ്ങൾ നോക്ക്. അടുത്തത്, വേറൊരുത്തനെ കൊണ്ട് ആ മരത്തിൽ ഒന്നും കൂടെ കെട്ടിക്കുക. അപ്പൊ അവള് അവന്റെ പിറകെ അങ്ങ് വെക്കോളും. അപ്പൊ അവൻ ഇപ്പഴെങ്ങാനും വരൂ. ആ, നിനക്ക് കൊണ്ട് തരാം മാപ്പിളെ. ഇപ്പം വരും. അന്ന് എന്റെ മാപ്പിള. മോനെ, നീ വന്നോ? പറഞ്ഞ കാര്യമൊക്കെ ചെയ്തോ? എല്ലാം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? എനിക്ക് വാടാ മോനെ, നിന്നെ കാത്തിരിക്കുവാ. തെള്ളി വിടാൻ അവന്മാർക്ക് എന്തൊരു ആവേശമായിരുന്നു. ഒരു കാര്യത്തിന് ഞാൻ തന്നെ വേണ്ടി വന്നില്ലേ? ഒരു പെഗടിക്കാൻ എന്തൊക്കെ ചെയ്യണം ദൈവമേ. ഇനി അവന്മാരെന്നെ യൂസ് ചെയ്യുവാന്നോ? കിട്ടി. ആപത്തിൽ സഹായിക്കുന്നവൻ ഹീമൻ. എനിക്കറിയാതെ നിങ്ങൾ ഞാനില്ലാതെ വെള്ളം അടിക്കത്തില്ലെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ അതായി പോയില്ലേ മോനെ? അല്ല മോനെ, നീ ഇല്ലാതെ നമ്മളങ്ങനെ ചെയ്യോ? മുട്ട ഉണ്ടോ അവിടെ? മുട്ടയുണ്ട്, ബുൾസയുണ്ട്, ഓംലെറ്റ് ഉണ്ട്. നീ വാടാ പോലെ എല്ലാം നിനക്ക് തരാടാ വിളമ്പി. ഇങ്ങോട്ട് വന്നേ, നീ അടിക്കണ്ടേ? നിനക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ? എന്ത് പിണക്കം? ഒരു പിണക്കം ഇല്ല. അയ്യോ, ടച്ചിങ്സ് വാങ്ങാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. അല്ല, നമുക്ക് പോവാം. അടിച്ചു തീർക്കല്ലേ? ഒക്കെ വന്നാ മതിയേ.
എടാ എന്നാലും വലിയ കഷ്ടമായി പോയടാ ആ പെണ്ണിന് മുമ്പ് ആ ചെറുക്കനെ ഇട്ടിട്ട് വന്നതേ ഇല്ലേ ഒന്ന് ചീഞ്ഞാലും ഒന്ന് വളവാവുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും മോശമല്ലേടാ അത്. നമ്മുടെ കൂടെ വെള്ളം അടിക്കുന്നതല്ലേ. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ 2K കിഡ്സേടാ അവന്റെ എല്ലും കഷ്ണം കുടത്തി പറക്കിയിടണം എനിക്ക്. അങ്ങനെയാണ് ഞാൻ വരാം. നിനക്കെന്നടാ അവന്റെ അടുത്ത് ഇത്രയും ദേഷ്യമായ? എടാ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ലവ് സ്ലിപ്പാ മേടിച്ചടാ. ലവ് സ്ലിപ്പ് അതുപോലും പറയാൻ അറിയത്തില്ല. ആ ലാസ്റ്റ് ബെഗിന്റെ കാര്യമാണ് നീ പറയുന്നത്. എടാ ലാസ്റ്റ് 3 ബെഗ് ഞാൻ ഒറ്റയ്ക്ക് അടിച്ചത്. അതാ നീ ഇങ്ങോട്ട് വന്നാണ് നമുക്ക് പോയിട്ട് വരാം. അവനെ പോയി വിളിച്ചിട്ട് വരാം. നിനക്ക് കഴപ്പ് പോയി നോക്ക്. നീ എന്താടി ഞാൻ പറഞ്ഞതിന് മറുപടി തരാത്തേ? പറയടി. ഈ 3 അവന്മാർ ഇവിടെ വന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ? നീ എന്തുകൊണ്ട് ഷാളിട്ടില്ല? എനിക്ക് അറിഞ്ഞൂടാ. നീ എന്താ ഷാളിടാഞ്ഞേ? ഷോള് കൈ കിട്ടേക്കുന്നു. ഈ വെള്ളയിട്ട് അവന്മാരെ വശീകരിക്കാൻ വേണ്ടി നിന്നപ്പോ നിനക്ക് ഷാളിന്റെ കാര്യം ഓർമ്മ വന്നില്ലയോ? കുഞ്ഞ് കളിക്കരുത്. പറ എന്താണ് അവന്മാർ തമ്മിലുള്ള ബന്ധം? പറ. ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്നാ നിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് എട് എനിക്ക് ഞാൻ നോക്കണം. പ്രേതാണോ? പ്രയത്തിന് എന്താ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിക്കൂടെ? നീ പറ്റിക്കില്ല. പെണ്ണാണ്, ഇൻസ്റ്റാഗ്രാം കാണും, അതിൽ പലതും കാണും. എനിക്കറിയണം. പാസ്വേഡ് എട്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. കേറത്തില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. എനിക്ക് ഈ ബന്ധം വേണ്ട. എനിക്ക് വേണ്ട. നിന്റെ കൂടെ ഒരു ജീവിതം എനിക്ക് വേണ്ട. നീയൊക്കെ ഇത്രയും ഒപ്പിച്ചിട്ട് ഇവിടെ നിക്കാല്ലേ? ഞാൻ എന്താ വരുന്നു? അല്ല മോളെ അങ്ങനല്ല, ഞാൻ വരുന്നു. പോലെ എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ട് 3 എണ്ണത്തിന്റെ അച്ഛനെ ഞാൻ വിളിക്കുന്നില്ല. 3 എണ്ണം കൂടെ ഒരു മുഴു പ്രാന്തനെ കണ്ടുപിടിച്ച് തന്നേക്കുന്നത്. എടാ അവന് മുഴു പ്രാന്താടാ. ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നതിലും നല്ലത് ഞാൻ തിരിച്ചാ പാലയിലോട്ട് പോകുന്നതാ. അത് റബ്ബർ വരല്ലേ? അതൊന്നും പാലല്ല, അതിന്റെ പഴമാണ്. അടുത്ത കുറിച്ച് അങ്ങോട്ട് ആ മന്ത്രവാദിക്ക് കൊടുത്ത പൈസയെ പകുതി മേടിച്ച് ഇവന് കൊടുക്കണം. എന്തുവാടാ അവൻ?